പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് വേണ്ടി അല്ലാഹു തന്ന സമ്പത്തിന്റെ 99 നീ എടുത്തിട്ട് അതിലൊരംശം കൊടുത്താ അസ്റായിൽ നിന്നോട് ചോദിക്കുകയാ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ പെണ്ണെ വിളിച്ചു പോകുന്നത്? വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ പ്രതിഫലം, ഇതാണടാ പ്രതിഫലം. നോക്ക് വാപ്പാ, വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാ വാപ്പാ നീ കൊടുത്ത 1 ഗ്രാം 1 ഗ്രാം അരപ്പവന് അതിന്റെ പ്രതിഫലം കണ്ടോ? സ്വർഗമിങ്ങനെ കാണിച്ചു തരികയോ? സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമോ? 2 ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയോ? പടച്ചവന്റെ പരലോകത്തേക്ക് റബ്ബിന്റെ മുന്നിലേക്ക് ഈ സദസ്സിലിരിക്കുന്നവർ എഴുന്നേറ്റ് പോവുകയോ? പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഒരു വിഭാഗം എഴുന്നേൽക്കുകയോ? ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവയെ പോലെ പറക്കുകയാണ്. അവര് പറവയെ പോലെ പറക്കുകയോ? പരലോകത്തിന്റെ മുകളിലൂടെ പറക്കുകയോ? അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഹാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാ. പറവയെ പോലെ പറന്നു വരുന്ന നീയാരോ? നിനക്ക് ഈ ഭാഗ്യം എങ്ങനെയാ കിട്ടിയത്? നിന്റെ വിചാരണ കഴിഞ്ഞോ? നീ നരകം താണ്ടിയിട്ടാണോ വരുന്നത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, പരലോകത്തുകൂടെ നടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഉസ്താദ്. കാല് പൊള്ളുമല്ലോ, ചെമ്പിന്റെ തറയാണല്ലോ, തലച്ചോറ് തിളച്ചുരുകുന്ന ദിവസമാണല്ലോ. അന്നത്തെ ദിവസം നിനക്ക് പറക്കാറുള്ള ഭാഗ്യമോ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പ്രതിഫലമോ 3 വലകാഹു നദറതം വസുറൂറാ. പടച്ചവരെ, ഫിർദൗസ് എന്ന സ്വർഗമുണ്ടല്ലോ, ഫിർദൗസ് എന്ന സ്വർഗമുണ്ടല്ലോ. രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവിനെ കാണുന്നവരോ 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണണ്ടേ? വലകാഹു നദറതം വസുറൂറാ. അതുകൊണ്ട് നിർത്തുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് ഇന്ന് വെള്ളിയാഴ്ച രാവാ. മരിച്ചുപോയ ഉപ്പയെ കുറിച്ച് പറയുമ്പോ, മരിച്ചുപോയ ഉമ്മയെ കുറിച്ച് പറയുമ്പോ കരയുന്ന മക്കളുണ്ടല്ലോ, 1000 നാവോടെ പറയുന്നവരുണ്ടല്ലോ. വാപ്പാ, മരിച്ചുപോയ നിന്റെ ഉപ്പാന ഇന്ന് വരെ നീ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉമ്മ നിന്നോട് ചോദിക്കുകയോ, മരിച്ചുപോയ നിന്റെ പെറ്റുമ്മാന ഇന്ന് വരെ നീ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാനോ, എങ്ങനെ കാണാനോ? ഉമ്മയുടെ അവസ്ഥ എന്തെന്നറിയുവോ? വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയുവോ? ഖബറിനകത്ത് കിടന്ന് യാചിക്കുകയാ, അല്ലാഹുവേ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ. ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ. മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കളെ കണ്ണി
കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാ മരിച്ചുപോയ ഉപ്പാനെ നമുക്കിന്ന് കാണണ്ടേ. എനിക്ക് വേണ്ടി ജീവിച്ച, ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും എനിക്ക് വേണ്ടി മാറ്റിവെച്ച പ്രിയപ്പെട്ട ഉപ്പാനെ നിനക്കൊന്ന് കാണണ്ടേ. നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ, നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. മരിച്ചുപോയ ഉമ്മയ്ക്ക് പകരം വെക്കാൻ, നമ്മുടെ ഉമ്മാന് പകരം വെക്കാൻ എന്തേ ഉള്ളത്? എന്റെ പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം മരിച്ചവര് കരയുന്ന ദിവസമാ. നാളെ വെള്ളിയാഴ്ച നീ ജുമയ്ക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പേ പള്ളിക്കാട്ടിൽ കിടക്കുന്ന വാപ്പ ഒന്നുകിൽ ചിരിക്കും, അല്ലെങ്കിൽ നിന്നെ പോലെ വൃത്തികെട്ട ഒരുത്തനെ കിട്ടിയല്ലോ, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ പിറന്നതെന്നോർത്തിട്ട് നിന്റെ ഉമ്മ കരയും. അല്ലാഹുവേ, ചിരിപ്പിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഉസ്താദേ, മരിക്കുന്ന സമയത്ത് എനിക്കിന്ന് രാത്രി എന്റെ ഉമ്മയെ കാണണം, എന്റെ ഉപ്പയെ കാണണം. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിൽ ഒരു ഷഹീദിനെ പോലെ എനിക്ക് മരിക്കണം. എനിക്ക് പരലോകത്തുകൂടെ നടക്കാൻ വയ്യ, പറക്കണം. എനിക്ക് ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗത്തിലിരുന്ന് എനിക്കെല്ലാം തന്ന എന്റെ റബ്ബിനെ എനിക്ക് കാണണം. എന്റെ പ്രിയമുള്ളവരെ, പ്രതിഫലം പറഞ്ഞു തന്നു. നിങ്ങളോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാറ്, ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ അല്ലാഹനെ ഏൽപ്പിക്കുകയാ. ഇന്നെന്റെ പടച്ചവനെ റബ്ബേ, വഅദിന്റെ അവസാന ദിവസമാണ്. നാളെ ഇതേ സമയം അല്ലാഹു ആയുസ് തന്ന, ഭാഗ്യം തന്ന, നാളെ പടച്ചവന്റെ കഅബയിലേക്ക് വിരുന്നുകാരനായി പോകുകയാണ്. അല്ലാഹു അവിടെ എത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാ, ദുആ സ്വീകരിക്കുന്ന രാവാ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാൾ പോലും ഇല്ലാത്ത സദസ്സാണ്. അതുകൊണ്ട് റബ്ബേ, ഈ ഇരിക്കുന്ന 100 കണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് നിനക്കറിയാം. അവരെ കൊണ്ട് നീ പറയിപ്പിക്കണേ അല്ലാ, അവരെ തെരഞ്ഞെടുക്കണേ അല്ലാ. ഈ സദസ്സ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല ചാടി എഴുന്നേറ്റ് പറയണമെന്ന്. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളോട് ഇപ്പം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. 3 ദിവസമേ ഉള്ളൂ. അതെന്താന്ന് എനിക്കറിയില്ല, അവര് ചെയ്യും. പക്ഷെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുമ്പോൾ 365 ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. അന്ന് നിങ്ങളുടെ കയ്യിൽ പൈസയും അല്ലാഹു ആയുസും തന്ന, ഉസ്താദെ എനിക്ക് റബ്ബ് ആയുസ് തന്നാൽ അടുത്ത വർഷം ഈ പാവപ്പെട്ട മക്കൾ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുമ്പോൾ എന്നാൽ കഴിയുന്ന ഒരു സദക്ക കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരുപാടൊന്നും അവർക്ക് ഒരുപാട് പവനൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒരരപ്പവൻ സ്വർണം, ഒരരപ്പവൻ സ്വർണം. അല്ലാഹുവേ ഉസ്താദെ, എന്റെ വാപ്പ പോയപ്പോ എല്ലാം എന്റെ കയ്യിൽ തന്നിട്ടാ പോയെ. അതിനർത്ഥം മോനെ, നീ പോകുമ്പോഴും ഇതുപോലെ വെച്ചിട്ട് പോകേണ്ടവനാണെന്ന് എന്നോട് ഉപ്പ മരിച്ചപ്പം പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിച്ചാ മതി എന്ന ആഗ്രഹത്തോടെ അടുത്ത വർഷം നടക്കുന്ന വിവാഹത്തിലേക്ക് അരപ്പവന് സദക്ക ചെയ്യുന്ന അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു സ്വർഗത്തിന്റെ അവകാശി ഈ സദസ്സിൽ ഇരുന്നിട്ടൊന്ന് കൈബുക്ക്. അല്ലാഹു കബൂലാക്കട്ടെ. അടുത്ത വർഷത്തേക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് ആരാ ഉള്ളത്? അൽഹംദുലില്ലാഹ്. നോക്കട്ടെ, ഒന്ന് കൈവക്കിയാലാ. 1 2 അൽഹംദുലില്ലാഹ്. 2 സഹോദരങ്ങൾ കുലൂ തക്ബീർ, 3 കുലൂ തക്ബീർ. എല്ലാവരെ കൊണ്ടും കഴിയില്ല, എല്ലാവരെ കൊണ്ടും കഴിയില്ല. കാരണം 1 രൂപ സദക്ക കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ കൊല്ലണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അരപ്പവൻ സ്വർണം 10,000 രൂപയെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. 365 ദിവസം ഒരു പനി വന്നാൽ ലക്ഷങ്ങൾ തീരുന്ന പനികളായി ഇപ്പത്തെ പനി. അല്ലാഹുവേ, സ്വർഗം കണ്ട് മരിക്കാൻ 3 അടിമകൾ. കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുള്ളാഹിമായ കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ നിന്നോട് സ്വർഗ്ഗത്തിന്റെ അവകാശികളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഒരുപാട് പണമുള്ളവരടുത്തിരിക്കുമ്പോ 3 പാവപ്പെട്ട അടിമകളെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നല്ലോ. അവരുടെ പേര് നിനക്കറിയാ, ആഗ്രഹം നിനക്കറിയാ, കുടുംബം നിനക്കറിയാ. പടച്ചവനെ അവരുടെ സദക്ക സ്വീകരിക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം കൊടുക്കല്ലേ അല്ലാ. പടച്ചവര് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. ഭാര്യയും മക്കളും മരിക്കാ ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഈ പാപങ്ങളെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ നീ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് സദസ്സിലുണ്ട്. പടച്ചവനെ കൊടുക്കാനുള്ള മനസ്സാണില്ലാത്തത്, നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. 1.5 പവൻ ആരാ? ഒരാൾ കൂടെ എനിക്ക് വേണം പെട്ടെന്ന് ഇൻഷാ അല്ലാ. ആരാണ് ഈ സദസ്സിൽ? ആണുങ്ങളോ പെണ്ണുങ്ങളോ? ഒന്ന് സംഘാടകർ പോ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാ ഒരാൾ കൂടെ വേണം പെട്ടെന്ന് ഇൻഷാ അല്ലാ. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഒന്ന് പോ ഇൻഷാ അല്ലാ. ഒരു സഹോദരി തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണ മോതിരം, കുലൂത്ത് കുബീർ, അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. കുലൂത്ത് കുബീർ, കുലൂത്ത് കുബീർ. അല്ലാഹുവേ പടച്ചവനെ, ഒരു പാപപ്പെട്ട സഹോദരി തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരം ഒരു തന്നിരിക്കുന്നു അല്ലാ. ഒരു പെണ്ണിന്റെ വേദന അറിയുന്നവളാട്. ഉസ്താദേ, ഞാൻ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്നവളാ. പ്രസവത്തിന് ഇത്ര വേദനയാണെങ്കിൽ മരണത്തിന് എന്ത് വേദനയാണ്? അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ അനുഗ്രഹം കണ്ട് മരണവേദന അറിയാതെ മരിക്കണമെന്ന മോഹത്തോടെ തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരം സ്വീകരിക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ തമ്പുരാന്. ഈ നാട്ടിലെ പെണ്ണുങ്ങളാ സഹോദരിയുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ മരിച്ചാൽ ഇവള് മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ലൈല എന്ന് പറയുന്ന സഹോദരി തന്റെ മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്ത് അല്ലാഹുവേ ഖൈറാകാ. പടച്ചവനെ 5000 രൂപ സദക്ക ചെയ്തിരിക്കുകയാ. സ്വീകരിക്കണേ തമ്പുരാനെ. ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. തന്റെ മാതാപിതാക്കളുടെയും ഭർത്താവിന്റെയും പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ഇൻഷാ അല്ലാ, പെട്ടെന്ന്. ഒരു സ്വർണ്ണ മോതിരം കൂടെ. കുലൂത്ത് കുബീർ, താഹിറ എന്ന പാവപ്പെട്ട അടിമ. തന്റെ അടുത്ത് എത്രയോ പെണ്ണുങ്ങളെ സ്വർണ്ണ മോതിരമുണ്ട്, ഒരുപാടുണ്ട്. കൊടുക്കുന്നില്ല ഉസ്താദെ. ആകെയുള്ളതൊന്നാ. പക്ഷെ എനിക്ക് സ്വർണ്ണമല്ല വേണ്ടത്, സ്വർഗമാ വേണ്ടത്. എനിക്ക് ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗം, പ്രവാചകന്മാര് കിടക്കുന്ന സ്വർഗം വേണമെന്ന ആഗ്രഹത്തോടെ താഹിറ എന്ന അല്ലാഹ് ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ അവകാശി ഒരു സ്വർണ്ണ മോതിരം. കുലൂത്ത് കുബീർ, കുലൂത്ത് കുബീർ. അല്ലാഹുവേ, ഈ സ്വർണ്ണ മോതിരമിട്ട സഹോദരി അല്ലാഹുവേ, ആ കടന്ന ശരീരം സ്വർഗത്തിന് നീ നിർബന്ധമാക്കണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, അരപ്പവൻ പേര് പറയണ്ട എന്ന നിയ്യത്തോടെ അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന വിഭാഗത്തിൽ ആ പാവപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ പെട്ടെന്ന് ഇൻഷാ അല്ലാ. സഹോദരിമാര് പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വേദന അറിയാ. 3ാമത്തെ സ്വർണ്ണ മോതിരം അൽഹംദുലില്ലാ. പേര് പറയേണ്ട ഉസ്താദെ, ദുആ ചെയ്താ മതി സ്വർഗം കണ്ട് മരിക്കാൻ. അല്ലാഹുവേ, സ്വർഗം കണ്ട് മരിക്കാൻ. അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട പെങ്ങള് തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ മോതിരം അല്ലാഹുവേ നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ. ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്ക. ഈ കെട്ടിനിപ്പുറത്തേക്ക് ചാടുക. ഇനി സ്വർഗത്തിൽ കയറിക്കോ, പെട്ടെന്ന് കയറിക്കോ. സംഘാടകൻ അക്കരയിലിട്ട് പൊക്കോ. പെണ്ണുങ്ങളുണ്ട്, തരും. സഹോദരിമാര് തരും. അവര് പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാന്ന് പറയുന്നവരാ. അവർക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് പോയി ഇൻഷാ അല്ലാ. ഇല്ല, നീ ദിക്കറൊക്കെ പറയട്ടെ, നിക്കടേ ദിക്കറ്. അൽഹംദുലില്ലാ. പെട്ടെന്ന് മൈമൂന എന്ന സഹോദരി ഒരു സ്വർണ്ണമോതിരം. അൽഹംദുലില്ലാ. പെട്ടെന്ന് ഇൻഷാ അല്ലാ. അരപ്പവൻ. അൽഹംദുലില്ലാ.
പേര് പറയണ്ട ഉസ്താദെ, ദുആ ചെയ്താൽ മതി. 2 പേര് അൽഹംദുലില്ലാ. അരപ്പവൻ കുലൂത്ത് കുബീർ, കുലൂത്ത് കുബീർ. അൽഹംദുലില്ലാ. അടുത്ത വർഷത്തേക്ക് ഒരാൾ കൂടെ അരപ്പവൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 2 സ്വർണ്ണ മോതിരം. കുലൂത്ത് കുബീർ. പറ മനുഷ്യന്മാരെ, കുലൂത്ത് കുബീർ, കുലൂത്ത് കുബീർ. അല്ലാഹ് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ 2 പേര്. അല്ലാഹുവേ 2 പേർക്കും നീ സ്വർഗം നിർബന്ധമാക്കണേ പടച്ചവനെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പരിശുദ്ധ കഅബയുടെ മുന്നിൽ പോയി നിസ്കരിക്കാൻ ആ പാവങ്ങൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവേ 2 പേരുടെയും ഖബർ സിയാറത്ത് ചെയ്യാൻ ആ പാവങ്ങൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തിനാ അപ്പൊ അവിടെ നിൽക്കണേ? ഇത്രയും നേരം നിന്നില്ലേ? ഇനി ഈ സ്വർഗത്തിൽ ദുആ ചെയ്. അടുത്ത് നിൽക്ക്. ഞാൻ പൈസ ഒന്നും ചോദിക്കണില്ലല്ലോ. അടുത്ത് നിൽക്ക്, എന്നിട്ട് അടുത്ത് നിൽക്ക്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 4 പവനായോടെ ഇൻഷാ അല്ലാഹ്. 3 4 പവനായില്ലേ ഇൻഷാ അല്ലാഹ് അല്ലേ? എല്ലാം കൂടെ 4 ആയിട്ടുണ്ടോ? 4 പവൻ കുലൂത്ത് കുബീർ. 10 പവനാ. ഒരു 5 ആക്കണമെന്നുണ്ട്. ഒരു 2 അടിമകൾ. ആരാ? സ്വർഗം വേണം. അൽഹംദുലില്ലാ. അത് പിടിച്ചോ. സ്വർഗം ഇഷ്ടപ്പെടുന്ന 2 അടിമകൾ കൂടെ. അൽഹംദുലില്ലാ. 5 പവൻ സ്വർണ്ണം. എനിക്കൊരു സമാധാനത്തിന് വേണ്ടി. അൽഹംദുലില്ലാ. എന്താ ഇപ്പൊ സ്വർണ്ണ മോതിരം? അൽഹംദുലില്ലാ. ഒരു സ്വർണ്ണ മോതിരം കൂടെ. കുലൂത്ത് കുബീർ, കുലൂത്ത് കുബീർ. അൽഹംദുലില്ലാ. പെണ്ണുങ്ങൾ കണ്ട നിങ്ങളൊക്കെ നടന്നു. ഉസ്താദെ, സ്വർണ്ണ ആർക്ക് വേണം? ശൈത്താൻ വന്നിട്ട് പറയാ, ഊരല്ലേ ഐഷ, ഐഷാടി സ്വർണ്ണം ആടി വലുത്, സ്വർഗമല്ല. പോടാ. ആരാ പറഞ്ഞ സ്വർണ്ണമല്ലെന്ന്? സ്വർഗവാടാ വലുത്. ഒരു പാവപ്പെട്ട അല്ലാഹുവേ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാന്. ഇങ്ങോട്ട് അടുക്ക് മനുഷ്യന്മാരെ. 3 സ്വലാത്ത് പറയും. ഈ 3 സ്വലാത്ത് പറഞ്ഞു തീരുമ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ട 2 സ്വർഗത്തിന്റെ അവകാശികൾ 4 പവനായി. നീക്ക് 5 ആക്കണം. 1 വർഷം നിങ്ങളുടെ മുന്നിലുണ്ട്. അല്ലാഹുവേ സലാത്ത് പറഞ്ഞു തീരുമ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ട 2 പേരുണ്ടാകും. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ആരാ ഉള്ളത്? അല്ലാഹ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും? ഉസ്താദേ, 1 വർഷം ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ ഉമ്മയുടെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 1 ഗ്രാം ഒരാൾ സദഖ ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. രോഗം കൊടുക്കുന്നവൻ നീയാണ്. അത് മാറ്റാൻ ഒരു മരുന്നിന്റെ ആവശ്യം നിനക്കില്ല. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോയി 7 മോതിരം കിട്ടി. അതൊരു നല്ല കണക്കാണല്ലോ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ആരെങ്കിലും ഒന്ന് പോയി. ഇൻഷാ അല്ലാഹ് ഞാനൊരൊറ്റ ആയത്ത് പറയാം. ഈ ആയത്ത് പറയുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് വൽ ആഖിബത്തുൽ മുത്തഖി, അവസാനം നന്നാവുന്നവരാണല്ലോ. അവസാനം നന്നാകാൻ വേണ്ടി അൽഹംദുലില്ലാ. ഇതാരാ? ഇബ്രാഹിം കുട്ടി. അരപ്പവൻ സ്വർണം. നാസർ ഷംനാദ് മനസ്സിൽ ഹോസ്പിറ്റലിൽ ജാസിൻ 1 സ്വർണം. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് 1 മോതിരം കൂടെ വേണം ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും കാണും ഇൻഷാ അല്ലാഹ്. പോയിട്ട് വരും. സംഘാടകരൊന്ന് പോയിട്ട് വരും ആരെങ്കിലും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ അടുത്ത വർഷത്തേക്കല്ലേ. ഞാനിപ്പോൾ ഒരു അരപ്പവൻ ചോദിച്ചു. അരപ്പവൻ ചോദിച്ചപ്പോൾ 1 ഗ്രാം 2500 രൂപ അത് ഒരാൾക്കാർ തന്നു. ഞാൻ അരപ്പവൻ ചോദിച്ചു. അപ്പൊ 2500 രൂപ ഒരു ഗ്രാമെങ്കിലും അതെങ്കിലും ചലരും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല. അടുത്ത വർഷത്തേക്ക് അരപ്പവൻ. അൽഹംദുലില്ലാ. പേരെന്താ? രാജി അപ്പച്ചി. അൽഹംദുലില്ലാ. അരപ്പവൻ അടുത്ത വർഷത്തേക്ക് വേണ്ടി. കുലൂത്ത് കുബീർ. അടുത്ത വർഷത്തേക്ക് വേണ്ടി മറ്റൊരാളൊരു സദഖ. പേര് പറയാത്തൊരാൾ 2 ഗ്രാം സ്വർണം. അൽഹംദുലില്ലാ. മരിച്ച ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ 1 ഗ്രാമെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. കൊടുക്കൂലേ? അങ്ങോട്ട് പറ മനുഷ്യന്മാരെ. ഒരു ഗ്രാമിന് എന്താണ് വില? ഇന്നത്തെ വിലയില്ല, അന്നത്തെ വില. അന്ന് സ്വർണത്തിന് വില പറയും. ഇന്നിപ്പോ 2000 സ്വർണത്തിന്റെ മലയൊക്കെ കണ്ടെന്നാ പറയണം. അപ്പൊ പിന്നെ മിക്കവാറും 1500 ഒക്കെ ആയി വരും ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് 1 ഗ്രാമെങ്കിലും മേടിച്ചു കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റും. കൈവെക്കുന്നവർ നോക്കട്ടെ. 1 ഗ്രാം ഇൻഷാ അല്ലാഹ് നോക്കട്ടെ.
1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 കുലൂ തക്ബീർ 31 കുലൂ തക്ബീർ 32 അങ്ങോട്ട് ആരെങ്കിലും ഉണ്ടാ ഈ ലൈറ്റിന്റെ ബാക്കിലായി 33 അൽഹംദുലില്ലാ ആരാ 33 വേടി തനിയ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സ് ആരാ ആരാ 33 8 ഗ്രാമല്ലേ ഒരു പവൻ അപ്പൊ 33 ആയപ്പോ എത്ര 34 ആയി ഇൻഷാ അല്ലാഹ് 34 ഇതാ അവിടെ ആരാനിയുള്ളത് ആരെങ്കിലും ഉണ്ടോ 30 ഒരാൾ കൂടെ 1 ഗ്രാം ഇൻഷാ അല്ലാഹ് ആരാ പുറകിലൊക്കെ നിൽക്കാം ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ 35 കുലൂ തക്ബീർ 35 ആയപ്പോ എത്ര പവനായത് 4.5 പവൻ അപ്പൊ 4 4 8 കുലൂ തക്ബീർ കുലൂ തക്ബീർ ഇൻഷാ അല്ലാഹ് 9 പവൻ അൽഹംദുലില്ലാ അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹ് ഇഷ്ടപ്പെട്ട 8 പെണ്ണുങ്ങളെ കൂടെ എനിക്ക് വേണം 10 പവൻ സ്വർണം കൊടുത്തിട്ട് ഞാൻ പോയേക്കാം 1 ഗ്രാം 8 അടിമകൾ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു 8 പേര് കൂടെ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവക്കിക്കൂടെ ആരാ ഉള്ളത് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പുറകെ നിൽക്കുന്നവർക്കും പങ്കെടുക്കാം ഈ ലൈറ്റിന്റെ പുറകിൽ ഒരാൾ പെട്ടെന്ന് നോക്കി സഹോദരിമാരുടെ ഭാഗത്തേക്ക് നോക്കി 8 സഹോദരിമാര് 1 മാസത്തെ കേബിളിന്റെ പൈസ കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകും 1 മാസത്തെ കേബിളിന്റെ പൈസ അൽഹംദുലില്ലാ ആരാ ഉള്ളത് ഒരാൾ കൂടെ ഒന്ന് കൈപ്പൊക്കി ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാർ അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കാവും വെക്കട്ടെ വാപ്പ നീ വെക്ക് പള്ളിക്കുഴി പോകുമ്പോ ആരാ കൂടെ വരിക മോൻ കൊണ്ടുപോയി കുടിച്ചിട്ട് പിടിമണ്ണും വാരി അറിഞ്ഞിട്ട് ഓൻ പോയ വഴി പുല്ലും ഇല്ല ഒന്നുമില്ല അതാ അവസ്ഥ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും അല്ലാഹു ബർക്കത്തിക്കുമാറാകട്ടെ ആരാ ഉള്ളത് ഇൻഷാ അല്ലാഹ് ഉണ്ടോ സഹോദരിമാരുടെ ഭാഗത്തേക്ക് എന്താ നീ വല്ലതും ഉണ്ടോ തൗറാത്തും കൊണ്ട് വരുന്ന ഓരോ പേപ്പറുമായിട്ട് വരുന്നുണ്ട് അൽഹംദുലില്ലാ അപ്പൊ 9.5 കുലൂ തക്ബീർ 9.5 കുലൂ തക്ബീർ അൽഹംദുലില്ലാ എന്താ സുനീർ അല്ലേ അൽഹംദുലില്ലാ നിയ അദ്ദേഹം മാതാപിതാക്കളുടെയും മകന്റെയും അസുഖം മാറുന്നതിന് വേണ്ടി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അൽഹംദുലില്ലാ സുനീർ എന്ന സഹോദരൻ 100 റിയാൽ സദഖ ചെയ്തിരിക്കുന്നു കുലൂ തക്ബീർ അല്ലാഹു ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവനെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ അല്ലാഹു ഈമാൻ നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ് മതി ഇൻഷാ അല്ലാഹ് 10 അൽഹംദുലില്ലാ മതി ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ആയത്ത് ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ഒരു ദിക്റുണ്ട് എല്ലാ ദിവസവും ഓതിയ സ്വർഗം കിട്ടുന്ന ഒരു ആയത്തുണ്ട് ഏത് വേണം ആർത്തി പാടില്ല ഏത് വേണം രണ്ടും കൂടെ താങ്ങാനുള്ള 2 കേട്ടിട്ട് വെറുതെ കളയുന്നതിലും ഭേദം 1 കേട്ട് ജീവിതത്തിൽ ചെയ്യണേ ഒരുപാട് കേട്ടിട്ട് കളയുന്നതിനേക്കാളും നല്ലത് ജീവിതത്തിൽ നിത്യമാക്കുന്ന ഒരു അമല ഏത് വേണം ആയത്ത് വേണോ ദിക്റ് വേണോ എങ്ങനാലും സ്വർഗം ആയത്തോതിയാലും സ്വർഗം കിട്ടും ഇന്ന് പറഞ്ഞു സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗം സുബഹി കഴിഞ്ഞു പറഞ്ഞു മഗ്രിബിന് മുമ്പ് മരിച്ച സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആയത്തോതിയ കിട്ടുന്ന പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഏത് വേണം രണ്ടും ഒന്നല്ലേ രണ്ടും സ്വർഗം തന്നെയല്ലേ അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരായത്തല്ലേ കാരണം നമ്മൾ ഒരുപാട് മടിയന്മാരാ ഒരു ഇന്ന ആയത്തിനെ ഓതാ സമയമില്ലാത്തവന് ദിക്ർ പറഞ്ഞു കൊടുത്തിട്ട് വലിയ പാടല്ലേ അപ്പൊ ഒരൊറ്റ ആയത്ത് അത് ഒരു ആയത്തല്ലേ എന്നെങ്കിലും വിചാരിച്ചിട്ട് ഓതും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയത്ത് എന്ന് പറയാൻ ദിക്ർ പറയാൻ അള്ളാഹു ആയുസ് തന്നാ എവിടെങ്കിലും വെച്ച് പറയാം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം വിളിക്കോടെ അടുത്ത വർഷം ഞാൻ പിരിക്കൂല കേട്ടാ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ മുഹമ്മദ് അസ്ലം അരപ്പവൻ 10.5 പവൻ കുലൂ തക്ബീർ അൽഹംദുലില്ലാ പേര് പറയണ്ട 4 ഗ്രാം അൽഹംദുലില്ലാ അപ്പോഴും 10:50 ആയില്ലേ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ 11 ആയില്ല ശരി 11 വേറൊരാളൊരു ഗ്രാം 11 പവൻ മതി ഇനി വരുന്ന ഉസ്താമാർക്ക് വല്ലതും പിരിക്കണം എനിക്ക് പിരിക്കാൻ അറിയില്ല പിഴിയാൻ അറിയാം കേട്ടാ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ദുആ ചെയ്യാൻ അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഒരായത്ത് മതി ഒരായത്ത് ഓതിക്കൂടെ പൈസയും സ്വർണ്ണമൊക്കെ പോട്ടെ ഓതിക്കൂടെ ഇൻഷാ അല്ലാഹ് അതാ നിയത്തിക്കുന്നവരെ കൈവക്ക് ഒരായത്ത് അൽഹംദുലില്ലാ അല്ലാഹു മരിക്കോളം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരൻ നിർത്തിയ കഴിഞ്ഞില്ലേ ഇനി ഒന്നും എഴുതില്ല ആയത്ത് ഓതിട്ട് സ്വർഗത്തിൽ പോ നേരെ എനിക്ക് മതിയെന്ന് രണ്ടും മനുഷ്യന്മാർ ഇവരിപ്പോ എന്താണ് നിസ അരപ്പവൻ 11-12 ആയി
അടുത്ത വർഷത്തേക്കുള്ള 15 പവനും കിട്ടി. ഇനിയിപ്പോൾ എന്താ ഈ മോതിരെല്ലാം കൂടെ കിട്ടിയ ഇനി വയല് വേണ്ടല്ലോ. അടുത്ത വർഷം വയല് മാത്രമേ ഉള്ളൂ കേട്ടാ. മൈക്ക് സെറ്റുകാർക്കുള്ള പൈസ മാത്രം. കാരണം 15 പവനും കിട്ടിയല്ല. ഈ കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി. അൽഹംദുലില്ലാ. അരപ്പവൻ പേര് പറയണ്ട. അൽഹംദുലില്ലാ. അപ്പൊ 12 ഇൻഷാ അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ സൂറത്ത്. ആ സൂറത്തിൽ ഒരു ആയത്തുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറയും. എല്ലാവരും നോദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അബൂ ഉമാമത്ത് അൽ-ബാഹിരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ഈ ആയത്ത് എല്ലാ ദിവസവും ഓതിയ അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. ആ ഒരു മറ മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഓതുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ചെറുപ്പക്കാര് ചിരിക്കുന്ന അളിയ ഈ ഉസ്താദ് കൊള്ളാം. അപ്പൊ നിസ്കരിക്കൊന്നും വേണ്ട, ഈ ഒറ്റ ആയത്ത് ഓതിയാ മതി. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കരുത്. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കല്. നിസ്കരിച്ചിട്ട് വേണം ഈ ആയത്ത് ഓതാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. 30 വയസ്സുണ്ട്. പക്ഷെ എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം പക്വത ഇത്തിരി കുറവാണ്. അപ്പൊ ഒരു മുത്തഅല്ലിമാണ്. അപ്പൊ ഇങ്ങനെ പൊട്ട മാവിലെറിഞ്ഞപ്പോ മാങ്ങ വീഴുന്നത് പോലെ ആരുടെയോ ദുആ. അതുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ആക്കി ഇങ്ങനെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ നാവിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രസംഗമാ, അതിങ്ങനെ പറയുമ്പോൾ പോണതാ. എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ പൊരുത്തം ചോദിക്കുന്നു. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അതുപോലെ തന്നെ നാളെ രാത്രി 3 മണിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് കഅബയിലേക്ക് പോകാൻ. എല്ലാം ശരിയാ. പക്ഷെ അള്ളാഹു ഭാഗ്യം തന്നാലേ അവിടെ എത്താൻ പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്ത് എന്നെ സഹായിക്കണം. ചെയ്യൂലേ? ഓസിന് ആരും തരണ്ട, ഓസിനൊന്നും വേണ്ട. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ അവിടെ എത്തിയ, ഞാൻ അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വേണ്ടി ഞാനും ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. അള്ളാഹു നമ്മളെല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ആ മണ്ണിൽ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ ദയാലുവായ അല്ലാഹു ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടാത്ത ആരും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നീ എന്നോട് എന്ത് ചോദിച്ചാലും തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാ അല്ലാഹ്. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചോനെ. ഒരുപാട് പാപങ്ങൾ ചെയ്ത പാവികളാ നീ പുറത്തു താ റഹ്മാനെ. നന്നാവാനൊരവസരം താ പടച്ചവനെ. നന്നാവാനൊരവസരം താ റഹ്മാനെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എല്ലാ പാപങ്ങളും പുറത്തവരായി നീ യാത്രയാക്കണേ അല്ലാഹ്. ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചാ നീ സ്വർഗം തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മാറടി മണ്ണിനകത്ത് ആ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. ആ പാപങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. മാതാപിതാക്കള് കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഇങ്ങനൊരു വൃത്തികെട്ടവനാണല്ലോ എൻ്റെ വയറ്റിൽ പിറന്നത് എന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ ഉമ്മ ഖബറിൽ കിടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാഹ്. മരിച്ചവരെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. രോഗം പിടിച്ച് വേദന സഹിക്കാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട ഗതികേട് തരല്ലേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാ, നിശിപ്പ് നൽകണേ അല്ലാഹ്. ഇബാദത്തിന് തടസ്സമാകുന്ന രോഗങ്ങൾ തരല്ലേ പടച്ചവനെ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ റബ്ബേ. ഉമ്മർ നൽകല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾ ആരെയും ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ റഹ്മാനെ. കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ കിടന്ന് ഞങ്ങളുടെ ഭാര്യ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും നീ ഈമാനോട് കൂടി മരിപ്പിക്കണേ അല്ലാഹ്.
നല്ല മരണം തരണേ റഹ്മാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവര് ഞങ്ങളെപ്പോലെ മരിക്കാൻ കൊതിക്കണേ പടച്ചവനെ. അല്ലാഹുവേ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരണേ അല്ലാഹ്. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവൻ. ഞങ്ങളെ കണ്ണീര് ഉടുപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവൻ. ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാഹ്. മാതാപിതാക്കളുടെ ജനാസ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ തണ്ടി നടക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഇമാമിന്റെ കൈ പിടിച്ചിട്ട് എൻ്റെ ഉപ്പാന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുമെന്ന് പറയുന്ന മക്കളെ തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ കള്ളുകുടിയനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ അല്ലാഹ്. വിഭജിച്ച് നടക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ റഹ്മാനെ. പലിശക്കാരനെ കൊണ്ട് ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിപ്പിക്കല്ലേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് മാത്രം ഞങ്ങളുടെ മയ്യത്ത് നീ നിസ്കരിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹ് ദുആ ചെയ്തില്ലെങ്കിലും സദഖ കൊടുത്തില്ലെങ്കിലും ഖബർ സിയാറത്ത് ചെയ്തില്ലെങ്കിലും പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വാപ്പയുടെ ഖബർ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാമെങ്കിലും പറയുന്ന മക്കളെ തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഇത്രയും നേരം ഈ സദസ്സിൽ ഇരുന്ന് എൻ്റെ വാപ്പമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ നന്നാക്കണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ വിളക്കുകളാക്കണേ റഹ്മാനെ. പടച്ചവനെ നല്ല ഭാവിയും നല്ല ജീവിതവും നല്ല ഇണയെയും നീ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാഹ്. ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും നീ വേദനിപ്പിക്കല്ലേ റഹ്മാനെ. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. മാസങ്ങളായി പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ സംഘാടകരെ നീ മറക്കല്ലേ അല്ലാഹ്. ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ലേ അല്ലാഹ്. ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ലേ അല്ലാഹ്. ഇവരെ നീ വളർത്തണേ അല്ലാഹ്. അർശിന്റെ താഴ്ഭാഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. എനിക്കിങ്ങനെ ഒരു നല്ല മകൻ ജനിച്ചല്ലോ എന്ന് ഓർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാഹ്. പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയണേ അല്ലാഹ്. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഉപ്പാന്റെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ക്യാമറയുടെ പ്രവർത്തകർ അമീൻ എന്ന സഹോദരൻ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളെ നീ സാരിഹീങ്ങളാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരി സദസ്യരുണ്ട് റബ്ബേ. വിവാഹം കഴിഞ്ഞ് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഫൈസൽ എന്ന സഹോദരന് വിദേശത്ത് പോകുന്ന യാത്ര അല്ലാഹുവേ നല്ല ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട മരണം തരല്ലേ അല്ലാഹ്. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ പടച്ച. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമിങ്ങളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളാരും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ റഹ്മാനെ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. വെട്ടിക്കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവച്ച് പരീക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ മണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈ ലോകത്തൊരാളുടെ മുന്നിൽ നീട്ടേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുവേ 5 നേരം നിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നവരാ മരിക്കുവോളം ആരുടെ മുന്നിലും തല താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തി തരണേ പടച്ചവനെ. അല്ലാഹ് ഞങ്ങളുടെ പെമ്മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പെമ്മക്കളെ നീ കാക്കണേ അല്ലാഹ്. കുടുംബത്തിന്റെ അഭിമാനം കാക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. സമുദായത്തെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചോ എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരു പാവപ്പെട്ട പൊന്നുമോക്ക് വേണ്ടി ചോദിച്ചപ്പോ 1 പവൻ തന്നവരുണ്ട്, അരപ്പവൻ തന്നവരുണ്ട്, സ്വർണം തന്നവരുണ്ട്, ഗ്രാമ് തന്നവരുണ്ട്. ബക്കറ്റ് മുന്നിൽ വന്നപ്പം 10 രൂപ വരെ ഇട്ടവരുണ്ട്. ഒരാളെ നീ മറക്കല്ലേ പടച്ചവൻ.
മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സർവ്വ മുസ്ലിമീങ്ങൾക്കും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിന്റെ കഅബയുടെ മുന്നിലെത്താൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ നീ അവിടെ എത്തിക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് അതിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. കഅബ കണ്ടുകൊണ്ട് ഒരു വക്കത്തെങ്കിലും നിസ്കരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. റസൂലുള്ളാഹിയുടെ റൗള ശരീഫ് സന്ദർശിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. എന്നോട് ആരെല്ലാം എവിടെയെല്ലാം വെച്ച് മറക്കല്ലേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെയും മറ്റേനാളും വഅദ് പറയുന്ന ഉസ്താദന്മാർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ വാപ്പ ഖബറില നീ കരുണ കാണിക്കണേ പടച്ചവനെ. എൻ്റെ ഉമ്മാന് ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. എൻ്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. എൻ്റെ ഭാര്യയെ നീ സാരിഹത്താക്കി തരണേ അല്ലാ. എൻ്റെ മോനെ നീ നന്നാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്നവനിൽ പെടുത്തണേ പടച്ചവനെ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ജനങ്ങൾ വലിയ പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ, നിന്റെ ദീനിനെ വിറ്റിട്ട് ജീവിക്കുന്നവനാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ അല്ലാ. അല്ലാഹുവേ, ഈ വഅദ് ലൈവായി കേൾക്കുന്ന നൂറുകണക്കിന് പേരുണ്ട്. അവർ ആമീൻ പറയുക, ദുആയും കാത്തിരിക്കുക. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ജോലിയിൽ സ്ഥിരത കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങൾ ആരെയും നീ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാ, ഈ ദുആ ഞങ്ങളുടെ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ അവസാനം ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാ. ഈ രാത്രി ഞങ്ങളുടെ അവസാന രാത്രി ആക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ, ദുആ ചെയ്യുന്ന എന്നിലേക്ക് നോക്കാതെ ആമീൻ പറയുന്നവരിൽ ആരുടെയെങ്കിലും കണ്ണീരിന് പകരം ഈ ദുആ സ്വീകരിക്കണേ റഹ്മാൻ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد. എല്ലാവരും പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മഅദനി ഉസ്താദ്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കൊല്ലമായി അല്ലാഹ് ആ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാളത്തെ ദീനിന്റെ മജ്ലിസിന് നേതൃത്വം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് 9 മണിക്ക് തന്നെ ദീനിന്റെ മജ്ലിസ് നമ്മൾ തുടങ്ങുന്നതാണ്. എല്ലാവരും നേരത്തെ തന്നെ ഈ വേദിയിലേക്ക് എത്തണമെന്ന് ദീനിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു.